എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുമതി വളവ്, സൂഫ്രംസോ, തങ്കമണി, ലോക തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് സറണ്ടർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. എവറേജ് അഭിപ്രായമാണ് സറണ്ടർ നേടിയെടുത്തത്. ഇപ്പോൾ ഇതെന്ന് സൺനെസ്റ്റിൽ സറണ്ടർ സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ജിൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹൊറർ കോമഡി മൂവിയാണ്. എവറേജ് അഭിപ്രായമാണ് ജിന്നി സിനിമ തിയേറ്ററിൽ നിന്ന് നേടിയെടുത്തത്. ജിൻ ഇറങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. സൗബിൻ ഷാഹിറാണ് ജിന്നി സിനിമയിലെ നായകൻ. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമാണ് ജിന്നി സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. അടുത്ത വീക്കായിരിക്കും ജിന്നിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച സിനിമയാണ് ഫൂട്ടേജ്. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു. ഈ സിനിമ ഇന്ന് സൺനെസ്റ്റിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് തഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധ്യാൻ ശ്രീനിവാസൻ നായകന സിനിമയാണ് തഗ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് തഗ്. ഈ സിനിമ ഇന്ന് സിംപ്ലി സൗത്തിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 2023 വേല സിനിമ റിലീസായത്. ഒരുപാട് പേർക്ക് വേല സിനിമ ഇഷ്ടപ്പെട്ടു. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് വേല സിനിമ സ്വന്തമാക്കിയത്. ഷൈനികമാണ് സിനിമയിലെ നായകൻ. ഇപ്പോഴത്തെ വർഷങ്ങൾക്ക് ശേഷം വേല സിനിമ OTTയിൽ വരാൻ പോവുകയാണ്. ആമസോൺ പ്രൈമാണ് വേല സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് കൂലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. രജനീകാന്തിൻ്റെ സിനിമയായിരുന്നു കൂലി. ഈ സിനിമയുടെ ഒഫീഷ്യൽ OTT വാങ്ങിച്ചിട്ടുള്ളത് ആമസോൺ പ്രൈമാണ്. സെപ്റ്റംബർ 11 ഒഫീഷ്യൽ OTT വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഇന്ന് കൂലി സിനിമ ലീക്കായിരിക്കുകയാണ്. കൂലിയുടെ ലോ ക്വാളിറ്റി പ്രിൻ്റാണ് ലീക്കായിട്ട് വന്നിരിക്കുന്നത്. കൂലി ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് സർക്കിട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ആസിഫ് അലി നായകന സിനിമയായിരുന്നു സർക്കിട്ട്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് സർക്കിട്ട്. ഇപ്പോഴത്തെ ഈ സിനിമയുടെ കമ്മീഷൻ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം സർക്കിട്ട് സിനിമ അടുത്ത ആഴ്ചയായിരിക്കും OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നാദിർ ഷാ സംവിധാനം ചെയ്ത സിനിമയാണിത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണിത്. അർജുൻ അശോകൻ, ദേവ്ജി സഞ്ജയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ജിയോ ഹോട്ട്സ്റ്റാറാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കിൽ ഹോട്ട്സ്റ്റാറിൽ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല രീതിയിലാണ് സിനിമ വന്നത്. പക്ഷേ പെട്ടെന്ന് വാഷ് ഔട്ടായി. ഫഹദ് ഫാസിലും കല്യാണിയുമാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോഴത്തെ ഓടും കുതിര ചാടും കുതിര OTT റിലീസിന് ഒരുങ്ങുകയാണ്. സിനിമയുടെ റിലീസിന് മുന്നേ തന്നെ OTT നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചതാണ്. ഇപ്പോഴത്തെ സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കിലാണ് ഓടും കുതിര ചാടും കുതിരയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മികച്ചൊരു ആക്ഷൻ മൂവിയായിരുന്നു ബസൂക്ക. അതുകൊണ്ട് തന്നെ സിനിമയുടെ OTTക്ക് വേണ്ടി ആരാധകർ നോക്കിയിരിക്കുകയാണ്. പക്ഷേ ബസൂക്ക സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബസൂക്കയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത് C5 ആണ്. നേരത്തെ തന്നെ OTT വിറ്റുപോയതാണ്. ബസൂക്ക ഓണത്തിന് റിലീസാക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് പോസ്റ്റ്പോൺ ചെയ്തു. ഇപ്പോഴത്തെ സെപ്റ്റംബർ മാസം 11 ബസൂക്ക സിനിമ C5ൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നസ്ലിൻ ചന്തു കല്യാണിയാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഒരുപാട് ചാപ്റ്ററുകളുള്ള സിനിമയാണ് ലോക. വെറും 7 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് ലോക. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ദുൽഖർ സൽമാനാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ലോക ചാപ്റ്റർ 1 OTT റിലീസിന് ഒരുങ്ങുകയാണ്. സിനിമ റിലീസായിട്ട് 45 ദിവസത്തിനുള്ളിലായിരിക്കും നെറ്റ്ഫ്ലിക്സിൽ ലോക സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സൂഫ്രംസോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സെപ്റ്റംബർ 5 സിനിമയുടെ OTT പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് പോസ്റ്റ്പോൺ ചെയ്യുകയായിരുന്നു. സൂഫ്രംസോ ഒരു കന്നഡ മൂവിയാണ്. എന്നിട്ടും മലയാളി ആരാധകർ സൂഫ്രംസോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. കാരണം നല്ല അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. മലയാളം ഡബ്ഡ് വെർഷനാണ് തിയേറ്ററുകളിൽ ഓടിയിട്ടുണ്ടായിരുന്നത്. ആമസോൺ പ്രൈമാണ് സൂഫ്രംസോയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ പുതിയ റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. ആമസോൺ പ്രൈമിൽ സെപ്റ്റംബർ മാസം 9 സൂഫ്രംസോയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സുമതി വളവുന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് കോമഡിയും ഹൊററും സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. അർജുൻ അശോകനാണ് സുമതി വളവിലെ നായകൻ. ഗോകുലം ഗോപാലനാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. നല്ല കളക്ഷൻ സുമതി വളവ് നേടിയെടുത്തു. ഇപ്പോഴത്തെ ഈ ഒരു സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറാണ് സുമതി വളവിൻ്റെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ സെപ്റ്റംബർ മാസം 11 സുമതി വളവ് OTTയിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്?
അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരു വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.